നമസ്കാരം, കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1-ലെ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട 16 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ, PQR ആർ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ ആംഗിൾ OQR 40 ഡിഗ്രി. നോക്കുക, OQR 40 ഡിഗ്രി, ആംഗിൾ ORP 30 ഡിഗ്രി. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR. ഈ PQR എന്ന ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കാണാനാണ് ചോദ്യം. ഇത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് OQവും ORും റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ 40 ഡിഗ്രിയും തന്നിരിക്കുന്നത് കൊണ്ട് ഈ ആംഗിളും 40 ആയിരിക്കും. അതായത് ORQ എന്നത് 40. അതിൻ്റെ റീസൺ ഇതാണ്, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളായി. അപ്പോൾ മിച്ചമുള്ള ഈ ആംഗിൾ, അതായത് QOR എന്നത് 100 ഡിഗ്രി ആയിരിക്കും. കാരണം 180 മൈനസ് 80, അപ്പോൾ 100 എന്ന് വരും. ഇതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്ന Pയിലെ ആംഗിൾ, അതായത് 50 ഡിഗ്രി എന്ന് വരും. ഇനി OP ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് സൈഡും തുല്യം, ORും OPയും. അത് റേഡിയസ് ആണ്. ഇവിടെ 30 ആയതുകൊണ്ട് ഈ ആംഗിളും 30 ആകും, കാരണം ഐസോസിലസ് ട്രയാങ്കിൾ. ഇതിൻ്റെ റീസൺ നോക്കുക, ജോയിൻ OP in triangle OPR OP is equal to OR. Angle ORP is equal to angle OPR 30 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആംഗിൾ 100 ആണെന്ന് പറഞ്ഞു. അതിൻ്റെ റീസണും അതിൻ്റെ സ്റ്റെപ്പ് നോക്കുക. ഇൻ ട്രയാങ്കിൾ OQ is equal to OR റേഡിയസ്. അപ്പോൾ ORQവും OQRും 40 ഡിഗ്രി. അപ്പോൾ ആംഗിൾ QOR എന്നത് 100 ഡിഗ്രി. QOR എന്നത് 100 ഡിഗ്രി. ഇതിൻ്റെ പകുതിയായിരിക്കും വെളിയിൽ. അപ്പോൾ P എന്ന ആംഗിൾ കിട്ടുന്നു. Therefore ആംഗിൾ P is equal to 100/2 50 ഡിഗ്രി. P എന്ന ആംഗിൾ 50 ഡിഗ്രി. ഇവിടെ 30 ഡിഗ്രിയാണ് ഇപ്പുറത്ത്. അപ്പോൾ മിച്ചമുള്ളത് 20. ഇവിടെ 20 ആയതുകൊണ്ട് നമുക്ക് പറയാം താഴെയുള്ള OQP എന്ന ആംഗിളും 20 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 20 ഡിഗ്രി കിട്ടി. ഇപ്പോൾ നമുക്ക് PQRലെ ആംഗിൾസ് എല്ലാം പറയാം. അതായത് Q എന്നത് 60 ഡിഗ്രി, R എന്നത് 70 ഡിഗ്രി, P എന്നത് 50 ഡിഗ്രി. ആൻസർ നോക്കുക, P 50 ഡിഗ്രി, Q എന്നത് 60, R 70 ഡിഗ്രി. രണ്ടാമത്തെ ചോദ്യം, ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. AB ഈസ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. നോക്കുക, AB ഡയമീറ്റർ ആണ്. AD ഈസ് ഈക്വൽ ടു CB. ADയും CBയും തുല്യമാണ്. ആംഗിൾ ADC 110 ഡിഗ്രി. ADC എന്നത് 110 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB കണ്ടുപിടിക്കുക. AC ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്, ആംഗിൾ ACB. ഇത് 90 ഡിഗ്രി ആയിരിക്കും, കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ആദ്യത്തെ ആൻസർ ആംഗിൾ ACB 90 ഡിഗ്രി. റീസൺ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അടുത്തത് ആംഗിൾ ABC കാണാനാണ്. ABC എന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ B എന്ന ആംഗിൾ 180 മൈനസ് 110 70 ഡിഗ്രി. ആൻസർ ആംഗിൾ ABC 70 ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ DCB ആണ്. DCB ഇത് ഐസോസിലസ് ട്രപ്പീസിയമാണ്. രണ്ട് സൈഡുകൾ തുല്യമാണ്, ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയതുകൊണ്ട് ഇത് ഐസോസിലസ് ട്രപ്പീസിയം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ, അതായത് ADCയും BCDയും 110 തന്നെയായിരിക്കും. ആൻസർ നോക്കുക, DCB എന്ന ആംഗിൾ ADCക്ക് തുല്യം, അത് 110 ഡിഗ്രിയാണ്. റീസൺ ഐസോസിലസ് ട്രപ്പീസിയം. അടുത്തത് ആംഗിൾ BAD. ആംഗിൾ BAD എന്നത് 70 ഡിഗ്രി വരും. കാരണം ഇവിടെ 110 വരുമ്പോൾ 180 മൈനസ് 110 70 ഡിഗ്രി. നോക്കുക, ആംഗിൾ BAD 180 മൈനസ് 110 70 ഡിഗ്രി. റീസൺ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. മൂന്നാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ ദ ഫിഗർ കോഡ്സ് AB ആൻഡ് CD. AB എന്ന കോഡും CD എന്ന കോഡും ഇൻ്റർസെക്റ്റ് അറ്റ് പോയിന്റ് P എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഇഫ് PD 3 സെൻറ്റിമീറ്റർ, CD 2 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PC. PCയുടെ മുഴുവൻ നീളം എത്ര? PCയുടെ നീളം 3 + 2 5 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് PA ഇൻറ്റു PB. PA ഇൻറ്റു PB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചോദ്യം സാധാരണ വരുന്നത് ഇവിടെ മെഷർ തന്നാണ്. ഈ ഒരു ചോദ്യത്തിനുള്ള പ്രത്യേകത, നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇതാണ്, PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD. അപ്പോൾ PA ഇൻറ്റു PB എന്നത് PC എന്നത് 5 ഇൻറ്റു
പി ഡി 3. അപ്പോൾ 5 ഇൻറ്റു 3 15. ഈ നീളമാണ് പി എ ഇൻറ്റു പി ബി. നാലാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ എ ബി ഈസ് ഡയമീറ്റർ. എ ബി ഡയമീറ്റർ ആണ്. പി സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. പി സി എന്നത് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിരിക്കുന്നു. പി എ 12 സെൻറ്റിമീറ്റർ, പി സി 6 സെൻറ്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ബി? പി ബിയുടെ നീളം കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. കൂടാതെ സർക്കിളിൻ്റെ റേഡിയസും കാണാൻ ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. നോക്കുക, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതായത് 12 ഇൻറ്റു പി ബി. 12 ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ. പി ബി ഈസ് ഈക്വൽ ടു 36/12, 3 എന്ന് കിട്ടും. അപ്പോൾ പി ബിയുടെ നീളം 3. അതിൻ്റെ അർത്ഥം എ ബി എന്നത് 12 + 3 15 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഡയമീറ്റർ 15 ആണ്. അപ്പോൾ റേഡിയസ് അതിൻ്റെ പകുതി 7.5 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. അഞ്ചാമത്തെ ചോദ്യം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. ദ നമ്പേഴ്സ് ഫ്രം 1 to 20 ആർ റിട്ടൺ ഓൺ ഡിഫറെൻറ്റ് പേപ്പർ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ഓരോ പേപ്പറിൽ എഴുതി ഒരു ബോക്സിലിട്ടിരിക്കുന്നു. ഇഫ് എ സ്ലിപ്പ് ഈസ് ചൂസൺ വിത്തൗട്ട് ലുക്കിംഗ്. ഇതിൽ നിന്ന് നോക്കാതെ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദി നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 5? ഇതിൽ നിന്ന് 5ൻ്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള സാധ്യത എത്ര എന്ന് പറയണം. ഇതിൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആകെ 4 എണ്ണമാണുള്ളത്. അതായത് 5, 10, 15, 20. അപ്പോൾ ആൻസർ 4/20. ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആകാനുള്ള സാധ്യത, ഈവൻ നമ്പേഴ്സ് 10 എണ്ണമുണ്ട്. അപ്പോൾ 10/20 ആണ് ആൻസർ. പ്രോബിലിറ്റി ഓഫ് പ്രൈം നമ്പർ, ഇത് ചോദിക്കാറുള്ളത് തന്നെയാണ്. പ്രൈം നമ്പേഴ്സ് എന്നാൽ എന്താണെന്ന് അറിയണം. അതായത് ആകെ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. 1ഉം അതേ നമ്പറും. അങ്ങനെയുള്ള 20ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സാണ് 2, 3, 5, 7, 11, 13, 17, 19. ഇങ്ങനെ ആകെ 8 എണ്ണമാണ് 20ൽ താഴെയുള്ളത്. അപ്പോൾ പ്രോബിലിറ്റി എന്നത് 8/20. ഇപ്രാവശ്യത്തെ ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അടുത്തത്. There are 20 balls in a box. ആകെ 20 ബോൾസ് ഉണ്ട് ഒരു ബോക്സിൽ. സം ഓഫ് ദെം ആർ വൈറ്റ് ആൻഡ് അതേഴ്സ് ആർ ബ്ലാക്ക്. ചിലത് വെള്ളയും ചിലത് കറുപ്പുമാണ്. ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ വെൻ ടേക്കൺ ഈസ് 1/4. ഒരു ബോൾ എടുക്കുമ്പോൾ അത് ബ്ലാക്ക് ബോൾ ആകാനുള്ള സാധ്യത 1/4 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ബ്ലാക്ക് കിട്ടാൻ 1/4 ആണ് ചാൻസ് എന്ന് തന്നിരിക്കുന്നു. വാട്ട് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള ചോദ്യം വരികയാണെങ്കിൽ ആൻസർ കാണാനുള്ള എളുപ്പ വഴി ആകെയുള്ള ബോൾസിനെ പ്രോബിലിറ്റി കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് 1/4 തന്നിരിക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് അറിയാൻ 20 × 1/4. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എന്നത് 20 × 1/4. ഇത് കട്ട് ചെയ്യുമ്പോൾ 5. ആകെ 5 ബ്ലാക്ക് ബോൾസ് ആണുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്? വെള്ള ബോളിൻ്റെ എണ്ണം ആകെയുള്ള 20ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 15 എണ്ണമാണ് വൈറ്റ് ബോൾസ്. അതിൻ്റെ പ്രോബിലിറ്റി എന്നത് മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ? പ്രോബിലിറ്റി ഓഫ് വൈറ്റ് ബോൾ ഇസ് ഈക്വൽ ടു 15/20, 3/4. 4ൽ 3 ചാൻസ് ഉണ്ട് വൈറ്റ് ബോൾ കിട്ടാൻ. ഏഴാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഫോക്കസ് ഏരിയയിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്ന ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ സൈഡുകളും കണ്ടുപിടിക്കാനാണ്. ഇതിൽ തന്നിരിക്കുന്നത് ഇവിടെ ഒരു ആംഗിൾ 45 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഒരു 5 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇതിൽ ആംഗിൾസ് 45, ഇവിടെയും 45, ഇവിടെ 90 ഡിഗ്രിയാണ്. അതായത് ABD എന്ന ട്രയാങ്കിളിൽ ആംഗിൾസ് 45, 45, 90. Therefore sides are in the ratio 1:1:√2. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ 5, ഈ 45ൻ്റെ ഓപ്പോസിറ്റും 5 തന്നെ. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് 5√2. AD എന്നത് 5 എന്നും BD 5√2 എന്നും കിട്ടി. അടുത്തത് ഇൻ ട്രയാങ്കിൾ BCD നോക്കുക. BCD എന്ന ട്രയാങ്കിളിൽ ആംഗിൾ ഒരെണ്ണം 30, ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ മിച്ചമുള്ളത് 60 ഡിഗ്രി. 90യുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും 30യുടെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ 5√2 ആയതുകൊണ്ട് പകുതി 2.5√2. 30യുടെ ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ √3 കൂടെ ഇട്ട് കഴിയുമ്പോൾ 60യുടെ ഓപ്പോസിറ്റ് കിട്ടും. 2.5√2 × √3, അതായത് 2.5√6. അതാണ് 60യുടെ ഓപ്പോസിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ എല്ലാ സൈഡുകളുമായി
In triangle BCD, angles are 30, 60, 90. Therefore, sides are in the ratio 1:√3:2. CD എന്നത് 2.5√2 എന്ന് കിട്ടി. CB 2.5√2 into √3 അതായത് 2.5√6 എന്ന് കിട്ടി. AB 5 cm, AD 5, CB 2.5√6, CD 2.5√2. അടുത്ത എട്ടാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിന്ന് 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. A boy standing on the bank of a river sees the top of a tree on the other bank at an elevation 60 degree. Stepping 40 meter back, he sees at an elevation 30 degree. Draw a rough sketch and mark the given measurements. What is the height of the tree? What is the width of the river? ഈ ചോദ്യം അനുസരിച്ച് ഇവിടെ ഒരു ഫിഗർ വരയ്ക്കണം. അതിന് 1 മാർക്കാണ്. ഫിഗർ വരച്ചിരിക്കുന്നത് നോക്കുക. ഇവിടെ ബി സിയുടെ നീളം വിഡ്ത്ത് ഓഫ് ദി റിവർ, ഡി സി എന്നത് ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ്. 40 മീറ്റർ പുറകോട്ട് മാറി, അതായത് എ വരെ എത്തി. ഇവിടെ നിന്ന് 30 ഡിഗ്രിയിലാണ് മുകൾ ഭാഗം കണ്ടത്. ബിയിൽ നിന്ന് 60 ഡിഗ്രിയിലാണ് മുകൾ ഭാഗം കണ്ടത്. ട്രീയുടെ ഉയരവും കാണണം, വിഡ്ത്ത് ഓഫ് ദി റിവറും കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം, 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ടാവും. ഒരെണ്ണം BCD, ഒരെണ്ണം ACD. ഇതിൽ കോമൺ ഉള്ള ഭാഗമാണ് CD. അപ്പോൾ CD ഈസ് ഈക്വൽ ടു എന്ന രീതിയിൽ 2 ഇക്വേഷൻസ് ഫോം ചെയ്യണം. അതായത് ഇൻ ട്രയാങ്കിൾ BCD tan 60 ഈസ് ഈക്വൽ ടു DC ബൈ BC. നോക്കുക, tan 60 ഈസ് ഈക്വൽ ടു DC ബൈ BC. tan 60യുടെ വില √3 ആണ്. √3 ഈസ് ഈക്വൽ ടു DC ബൈ BC എന്ന് കിട്ടും. അപ്പോൾ DC ഈസ് ഈക്വൽ ടു എന്ന രീതിയിൽ എഴുതുമ്പോൾ √3 BC ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇൻ ട്രയാങ്കിൾ ACD tan 30 is equal to opposite side DC by adjacent side AC. In triangle ACD tan 30 is equal to DC by AC എന്ന് കിട്ടും. അപ്പോൾ 1/√3 is equal to DC by 40 plus BC. കാരണം ACയുടെ നീളം 40യും താഴെയുള്ള BCയും കൂടെ ചേരുന്നതാണ്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ DC is equal to 40 plus BC by √3 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷനിൽ DC എന്നത് √3 BC ആണ്. ഇപ്പോൾ DC എന്നത് 40 പ്ലസ് BC ബൈ √3 എന്ന് കിട്ടി. ഈ 2 ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫ്രം 1 and 2 √3 BC is equal to 40 പ്ലസ് BC ബൈ √3. ഈ √3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 BC, കാരണം √3 into √3 3 എന്നായി. 3 BC is equal to 40 പ്ലസ് BC എന്ന് കിട്ടും. അപ്പോൾ BC പുറകോട്ട് വരുന്നു. 2 BC is equal to 40 എന്നും BC is equal to 40 by 2 20 എന്ന് കിട്ടി. ഇപ്പോൾ കിട്ടിയത് BC 20, അതായത് വിഡ്ത്ത് ഓഫ് ദി റിവർ 20 മീറ്റർ. ഹൈറ്റ് ഓഫ് ദി ട്രീ എന്നത് √3 BC ആണ്. നോക്കുക, DC എന്നത് √3 BC. അപ്പോൾ BCയുടെ കൂടെ ഒരു √3യും കൂടെ ഇട്ട് കൊടുക്കുന്നു. 20യുടെ കൂടെ √3 ഇടുമ്പോൾ 20 √3 ആണ് DCയുടെ നീളം. അതായത് ആൻസർ വിഡ്ത്ത് ഓഫ് ദി റിവർ 20 മീറ്റർ. DC എന്നത് √3 BC, അത് 20 √3 എന്ന് കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രീ 20 √3 മീറ്റർ. 9ാമത്തെ ചോദ്യവും ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഫോക്കസ് ഏരിയയിലുള്ള ഒരു ഭാഗം തന്നെയാണ്. A 1.5 meter tall boy saw the top of a building under construction. At an angle of elevation 30 degree, the completed building was 10 meter higher. Boy saw its top at an elevation 60 degree from the same spot. Draw a rough figure. What is the height of the building? What is the distance between boy and building? ഇതിന് 5 മാർക്കാണ്. ഇതിൻ്റെ ഫിഗർ വരച്ചിരിക്കുന്നത് നോക്കുക. ഗ്രൗണ്ട്, ഇവിടെ ഒരു ബോയ് നിൽപ്പുണ്ട് 1.5 മീറ്റർ ടോൾ. കുട്ടിയുടെ ഉയരം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് വരയ്ക്കണം. ഇനി ബിൽഡിംഗ്, ആകെയുള്ള ബിൽഡിങ്ങിൻ്റെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. 10 മീറ്റർ കൂടി ഉയർത്തി പണിത ഭാഗമാണ് ഇത്രയും. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ED എന്ന ഭാഗം കൂടെയാണ്. കാരണം ബിൽഡിങ്ങിൻ്റെ ആകെ ഉയരം എന്നത് F തൊട്ട് C വരെയാണ്. ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് ADE, രണ്ടാമത്തത് ADF. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് AD. അപ്പോൾ AD എന്ന രീതിയിൽ 2 ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഫസ്റ്റ് ട്രയാങ്കിൾ ADE, ഇതിൽ നോക്കുക, tan 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ED ബൈ AD. അപ്പോൾ tan 30യുടെ വില 1/√3 ഇട്ട് കൊടുക്കുന്നു. ED ബൈ AD, AD ഈസ് ഈക്വൽ ടു √3 ED, ഇക്വേഷൻ 1. ഇൻ ട്രയാങ്കിൾ ADF, tan 60 ഈസ് ഈക്വൽ ടു
എഫ് ഡി ബൈ എ ഡി. ടാൻ 60 എന്നത് എഫ് ഡി ബൈ എ ഡി. √3 ഇസ് ഈക്വൽ ടു എഫ് ഡി ബൈ എ ഡി. നമുക്ക് എ ഡി ഇസ് ഈക്വൽ ടു എന്ന് വേണം. അപ്പോൾ എഫ് ഡി ബൈ √3 എന്ന് വരും. എഫ് ഡി എന്നത് 10 പ്ലസ് ഇ ഡി ആണ്. നോക്കുക, എഫ് ഡി എന്നത് 10 പ്ലസ് ഇ ഡി ആണ്. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. √3 ഇ ഡി ഇസ് ഈക്വൽ ടു 10 പ്ലസ് ഇ ഡി ബൈ √3. ഈ √3 ഇപ്പുറത്തോട്ട് വരുമ്പോൾ 3 ഇ ഡി ഇസ് ഈക്വൽ ടു 10 പ്ലസ് ഇ ഡി എന്ന് വരും. ഇ ഡി ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ 2 ഇ ഡി ഇസ് ഈക്വൽ ടു 10 എന്നും ഇ ഡി ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് പറയാൻ പറ്റും. ഈ തൊട്ട് ഡി വരെ ഇപ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ ആകെ ബിൽഡിങ്ങിൻ്റെ ഉയരം 10 പ്ലസ് 5 പ്ലസ് 1.5. Total height of the building is equal to 10 plus 5 plus 1.5. ആൻസർ 16.5 മീറ്റർ ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ബിൽഡിംഗ് എന്നത് എ ഡി ആണ്. അതായത് എ തൊട്ട് ഡി വരെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോയ് ആൻഡ് ബിൽഡിംഗ്. ആ നീളം √3 ഇ ഡിക്ക് തുല്യം. അതായത് 5 √3 ആണ് ആൻസർ. കാരണം ഇ ഡിയുടെ വില ഇപ്പോൾ നമ്മൾ 5 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 5 √3 ആണ് ഡിസ്റ്റൻസ് ഫ്രം ബോയ് ടു ബിൽഡിംഗ്. 10ാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ഒ എ ബി സി ഈസ് എ റെക്റ്റാങ്കിൾ. ഒ എ ബി സി എന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ദ കോർഡിനേറ്റ് ഓഫ് എ 30. എയുടെ കോർഡിനേറ്റ് 30 ആണ്. ആംഗിൾ എ ഒ ബി 60 ഡിഗ്രി. എ ഒ ബി എന്നത് 60 ഡിഗ്രി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഒ എ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ബി. ഇത് 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ് കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും. എന്നാൽ ട്രിഗ്നോമെട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. ഒ എ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. കാരണം എയുടെ പൊസിഷൻ 30, അതായത് 0 നിന്ന് 3 മുന്നോട്ട് വന്നു. ബിയുടെ പൊസിഷൻ അറിയണമെങ്കിൽ എ ബിയുടെ നീളം അറിയണം. എ ബിയുടെ നീളം കാണാൻ ഒ എ ബി എന്ന ട്രയാങ്കിളിൽ ആംഗിൾസ് ഇവിടെ 60 എന്നും 90 എന്നും തന്നിരിക്കുന്നു. അപ്പോൾ മിച്ചമുള്ള ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അതായത് ഇൻ ട്രയാങ്കിൾ ഒ എ ബി ആംഗിൾസ് ആർ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. Therefore sides are in the ratio 1:√3:2. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ കൂടെ √3 കൂടി ഇടുന്നതാണ് 60യുടെ ഓപ്പോസിറ്റ്. അതായത് ഒ എ എന്നത് 3. അപ്പോൾ 3യുടെ കൂടെ √3 കൂടി ഇടുമ്പോൾ 3√3 ആണ് എ ബിയുടെ ലെങ്ത്. അപ്പോൾ ബിയുടെ പൊസിഷൻ 3,3√3. നോക്കുക, ആൻസർ ബി ഈസ് ഈക്വൽ ടു 3,3√3. 11ാമത്തെ ചോദ്യം, എ 2,3, ബി 5,4, സി 6,7 ആർ ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് എ ബി, ബി സി, എ സി. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് ആണ് തന്നിരിക്കുന്നത്. അതുപയോഗിച്ച് ആ സൈഡുകൾ കണ്ടുപിടിക്കണം. അതുകൂടാതെ പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എ ബി സി എന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കുകയും വേണം. ഡിസ്റ്റൻസ് ഫോർമുല ഇതാണ്. √(x2 - x1 സ്ക്വയർ x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ. ഓർത്ത് വെക്കുക, എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് സ്ക്വയർ പ്ലസ് വൈ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് സ്ക്വയർ. ഇവിടെ എ ബി ഇസ് ഈക്വൽ ടു എ ബി എന്നത് കാണാൻ എക്സുകൾ തമ്മിൽ കുറച്ചിട്ട് സ്ക്വയർ, അതായത് 5 - 2 സ്ക്വയർ പ്ലസ് 4 - 3 സ്ക്വയർ. അപ്പോൾ 5 - 2 3 സ്ക്വയർ പ്ലസ് 4 - 3 1 സ്ക്വയർ. 3 സ്ക്വയർ എന്നത് 9, 1 സ്ക്വയർ 1, 9 + 1 √10. അതുപോലെ ബി സി കാണാൻ എക്സുകൾ തമ്മിൽ കുറയ്ക്കുന്നു. അപ്പോൾ 6 - 5 സ്ക്വയർ പ്ലസ് 7 - 4 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ √1 + 9 √10. അടുത്തത് എ സി കാണുന്നു. അപ്പോൾ 6 - 2 സ്ക്വയർ പ്ലസ് 7 - 3 സ്ക്വയർ. ആൻസർ നോക്കുക, 6 - 2 സ്ക്വയർ പ്ലസ് 7 - 3 സ്ക്വയർ. 6 - 2 എന്നത് 4 സ്ക്വയർ പ്ലസ് 7 - 3യും 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ. ആൻസർ 16 + 16 √32. AB is equal to BC. Two sides are equal. Therefore, triangle ABC is an isosceles triangle. 12ാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും വരാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. The sides of a rectangle ABCD are parallel to the coordinate axis. The coordinate of opposite vertices are 2, 4 and 7, 6. Find the
കോർഡിനേറ്റ് ഓഫ് അതർ ടു വെർട്ടിസസ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് വെർട്ടിസസ് തന്നിട്ട് മറ്റ് രണ്ട് വെർട്ടിസസ് കാണാൻ ചോദിക്കും. ഇത് ഫോക്കസ് ഏരിയയിൽ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ 2, 4, 7, 6 രണ്ട് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആണ് തന്നിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. 2, 4, 7, 6 ഇതുപോലെ എഴുതി ആദ്യത്തെ എക്സ് എടുത്ത് വൈക്ക് കൊടുക്കുക. അപ്പോൾ 2, 6 ഒരു പോയിൻ്റായി. അതുപോലെ അടുത്ത എക്സ് എടുത്ത് അടുത്ത വൈക്ക്. അപ്പോൾ 7, 4. ആൻസർ 2, 6, 7, 4. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഈ രീതിയിലും കാണാം. 2, 4, 7, 6 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2 മുതൽ 7 വരെ എക്സിൻ്റെ ഡിഫറൻസ് നോക്കുക, 5 ആണ്. അപ്പോൾ 2-ൽ നിന്ന് 7 വരെ എത്തി. അതുപോലെ പൊക്കം എന്നത് 4, വൈ കോർഡിനേറ്റ് നോക്കിയാൽ അറിയാം 4. അപ്പോൾ 7, 4. അതുപോലെ തന്നെ 2, 6 ആണ് അടുത്ത പൊസിഷൻ. അത് കാണാൻ എക്സ് 2 വരെ വന്നു, പൊക്കം ഇവിടെ 6. അപ്പോൾ 2, 6 ആണ് രണ്ടാമത്തെ പൊസിഷൻ. 13ാമത്തെ ചോദ്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 5 മാർക്കിൻ്റെത്. എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ കട്ട് ഫ്രം എ സ്ക്വയർ ഷീറ്റ് എലോങ് ഇറ്റ് സൈഡ്. ഒരു സ്ക്വയർ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു റെക്റ്റാങ്കിൾ മുറിച്ചു മാറ്റുന്നു. ദ റിമൈനിങ് റെക്റ്റാങ്കുലർ പോർഷൻ ഹാസ് ആൻ ഏരിയ 84 സ്ക്വയർ മീറ്റേഴ്സ്. മിച്ചമുള്ള ഭാഗത്തിൻ്റെ ഏരിയ 84 ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ. സ്ക്വയറിൻ്റെ സൈഡ് എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് എന്ന് എടുത്താൽ ഇപ്പോൾ മുറിച്ച് കിട്ടിയ മിച്ചമുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് x-8. കാരണം സ്ക്വയറിൻ്റെ സൈഡൊക്കെ എക്സ് വീതം, അതിൽ നിന്ന് 8 പോയി, മിച്ചമുള്ള ഈ ഭാഗം x-8. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു x ഇൻറ്റു x-8. ഇത് 84 തന്നിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ x² - 8x ഇസ് ഈക്വൽ ടു 84. ഇപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലായി. ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 8, അതിൻ്റെ പകുതി 4, 4ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു 2 സൈഡിലും. ആ മെത്തേഡാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. അപ്പോൾ ആഡ് 4 സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്. x² - 8x പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 84 പ്ലസ് 4 സ്ക്വയർ. ഇത് x-4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് കൂട്ടിക്കഴിയുമ്പോൾ 100 എന്നായി. സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് എടുക്കുന്നു. അപ്പോൾ x-4 ഇസ് ഈക്വൽ ടു √100, അതായത് +or-10. ഇവിടുന്ന് 2 ഭാഗങ്ങളാക്കുമ്പോൾ x-4 ഇസ് ഈക്വൽ ടു 10 ഓർ x-4 ഇസ് ഈക്വൽ ടു -10. അതായത് x ഇസ് ഈക്വൽ ടു 14 എന്നും x ഇസ് ഈക്വൽ ടു -10 + 4 -6 എന്നും ആൻസർ കിട്ടും. സ്ക്വയറിൻ്റെ സൈഡ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ എടുക്കണം. അപ്പോൾ സൈഡ് ഓഫ് ദി സ്ക്വയർ 14 മീറ്റർ. 14ാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഭാഗം 30, 60, 90 എന്ന രീതി ഉപയോഗിച്ച് ചെയ്യുന്നത്. ദ ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ 12 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ് മേക്ക് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് വൺ സൈഡ്. ഒരു ഡയഗണൽ 12 സെൻറ്റിമീറ്റർ ആണ്. അത് ഒരു സൈഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണണം, അതായത് സൈഡ് കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടിയാൽ മതിയാവും. ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളിൽ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് 12 തന്നിരിക്കുന്നു. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് അതിൻ്റെ പകുതി 6 ആയിരിക്കും. അതുപോലെ ഇവിടെ മൂന്നാമത്തെ മിച്ചമുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. 30യുടെ ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ കൂടെ √3 ഇടുന്നതാണ് 60യുടെ ഓപ്പോസിറ്റ്. അപ്പോൾ 6√3 ആണ് എ ബിയുടെ നീളം. ആൻസർ നോക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾസ് ആർ 30, 60, 90. ദെയർഫോർ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:√3:2. അപ്പോൾ ബി സി എന്നത് 6 ആണെന്ന് പറയാം. കാരണം ബി സി എന്നത് 30യുടെ ഓപ്പോസിറ്റ് ആണ്. 90യുടെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ പകുതി. 60യുടെ ഓപ്പോസിറ്റ് കാണാൻ 30യുടെ ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ √3 ഇട്ടാൽ മതിയാവും. അതാണ് 6√3. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. ഈ നീളവും 6√3 തന്നെ. ഇത് 6. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പെരിമീറ്ററായി. അല്ലെങ്കിൽ ഇക്വേഷൻ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 2 × L + B ഇസ് ഈക്വൽ ടു 2 × 6 + √3 + 6. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. 2 അകത്തോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 12√3 + 2 × 6 12. ഇതാണ് ആൻസർ 12√3 + 12. ചോദ്യം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കൺസിഡർ 2 അരിത്തമെറ്റിക് സീക്വൻസ് 11, 19, 27 etc. ആൻഡ് 50, 55, 60 etc. 2 സീക്വൻസുകളാണ്. ഈസ് ദെയർ എ കോമൺ നമ്പർ ടു ദീസ് സീക്വൻസ് അറ്റ് ദ സെയിം പൊസിഷൻ. ഒരേ പൊസിഷനിൽ ഏതെങ്കിലും ഒരു നമ്പർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇഫ് യെസ്
ഫൈൻഡ് ദ ടേം പൊസിഷൻ ആൻഡ് ടേം. ആ നമ്പർ ഏതാണെന്നും എത്രാമത്തെ നമ്പറാണെന്നും കണ്ടുപിടിക്കണം. ഇതിന് രണ്ട് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth ടേം കാണുന്നു. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്നാൽ ഇവിടുത്തെ ഡിഫറൻസ് നോക്കുക, 8, അതിൻ്റെ കൂടെ n ഇട്ടു. ഫസ്റ്റ് നമ്പർ 11 ആണ്. 8ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 11 കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കാണാം, 8n + 3. അതുപോലെ രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ, ഇവിടെ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ 5n + 5ൻ്റെ കൂടെ 45 കൂട്ടിയാൽ 50 കിട്ടും. 5n + 45. ഇത് രണ്ടും ഈക്വൽ ആവുന്നു. അതായത് 8n + 3 = 5n + 45. ഈ 5n ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ 8n - 5n = 3n. അത് 45 - 3 42ന് തുല്യം. അപ്പോൾ n = 42/3 14 എന്ന് കിട്ടും. 14ാമത്തെ നമ്പറാണ് തുല്യമായിട്ട് വരുന്നത്. 14th ടേംസ് ഓഫ് ബോത്ത് സീക്വൻസ് ആർ ഈക്വൽ. ആ 14ാമത്തെ നമ്പർ നമുക്ക് കാണാം. 14ാമത്തെ നമ്പർ എന്നത് ആദ്യത്തെ സീക്വൻസിൽ 8n + 3 ആയിരുന്നു. അവിടെ n-ൻ്റെ സ്ഥാനത്ത് 14 ഇടുമ്പോൾ 8 × 14 + 3 112 + 3 ആൻസർ 115. 115 ആണ് നാലാമത്തെ അല്ലെങ്കിൽ രണ്ട് സീക്വൻസിലും കോമൺ ആയിട്ടുള്ള നമ്പർ. 16ാമത്തെ ചോദ്യവും അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് തന്നെയുള്ളതാണ്. ഫൈൻഡ് ദ 20th ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഇഫ് 6th ടേം ഈസ് 14, 14th ടേം ഈസ് 6. ഇവിടുന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടുന്നു. 6th ടേം എന്നാൽ a + 5d, അത് 14 ആണ്. a + 13d 6. ഇത് തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ 8d = -8 എന്ന് വരും. d = -1. ആദ്യത്തെ ഇക്വേഷൻ ഇട്ടാൽ a + 5 × -1 = 14. a - 5 = 14 എന്നും a = 19 എന്ന് കിട്ടും. എയും ഡിയും കിട്ടി. അപ്പോൾ 20ാമത്തെ നമ്പർ കാണാം. 20th ടേം ഈസ് a + 19d. അതായത് 19 + 19 × -1. ആൻസർ 19 - 19 0. ഇപ്പോൾ ഇവിടെ ചെയ്തത് 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 6 ചാപ്റ്ററുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക്